ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, ഈ ബാങ്കിൻ്റെ പ്രസിഡന്റും ചിറ്റൂരിൻ്റെ മുൻ MLAയുമായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ അച്യുതൻ ചേട്ടൻ, ഇവിടെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പാലക്കാടിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള പാർലമെൻറ്റ് അംഗം, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീ VK ശ്രീകണ്ഠൻ MP, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ A തങ്കപ്പൻ, പ്രിയങ്കരനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് ഈ അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയിട്ടുള്ള MLAയുമായിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, നമ്മുടെ മുൻ MP കുമാരി MA ഹരിദാസ്, പ്രിയങ്കരനായിട്ടുള്ള ഞങ്ങളുടെയൊക്കെ ആദരണീയനായിട്ടുള്ള മുൻ MLA ശ്രീ KA ചന്ദ്രനേട്ടൻ, ശ്രീ വിജയകൃഷ്ണൻ, ശ്രീമതി KL കവിത, ശ്രീ M ഹരി, പ്രിയപ്പെട്ട സുമേഷ് അച്യുതൻ, എത്രയും പ്രിയപ്പെട്ട സഹകാരികളായിട്ടുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടുകൂടി ചിറ്റൂർ തത്തമംഗലത്തെ ബ്രാഞ്ചിൻ്റെ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ആ കെട്ടിടം ഈ നാടിന് സമർപ്പിച്ചതായിട്ട് ഞാൻ ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അത്താണിയായി, അഭയകേന്ദ്രമായി, അവർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അവരെ സഹായിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഈ ബാങ്ക് ഈ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തോടു കൂടി ഇനിയും പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് കൂടുതൽ സഹായം എത്തിക്കാനുള്ള ഉപാധിയായി തീരട്ടെ. നമ്മുടെ അച്യുതേട്ടനെ പോലെയുള്ള കേരള നിയമസഭയിലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു അംഗമായിരുന്ന, ഈ നാടിൻ്റെ മുഴുവൻ ഹൃദയവികാരങ്ങളെയും ഏറ്റുവാങ്ങിയിരുന്ന ഒരാൾ, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അദ്ദേഹം ഈ ബാങ്കിൻ്റെ പ്രസിഡൻ്റായി തുടരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് എന്നുള്ളത് സംശയമില്ല. അദ്ദേഹത്തിന് ശാരീരികമായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കാണിക്കുന്ന താല്പര്യത്തെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കാനും ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല, ഒരുപാട് നേതാക്കന്മാരിവിടെ ഉണ്ട്. സഹകരണ മേഖല നമുക്കറിയാം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഈ നാടിൻ്റെ ബഹുമുഖമായ ഗ്രാമീണ വികസനത്തിന് വേണ്ടിയിട്ടും ഗ്രാമീണ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് സഹകരണ മേഖല. നമുക്കറിയാം, തദ്ദേശഭരണ സ്ഥാപനങ്ങളോടുള്ള അടക്കമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകളും തദ്ദേശ സ്ഥാപനങ്ങളും സഹകരണ സ്ഥാപനങ്ങളും രണ്ടും ഗ്രാമീണ മേഖലകളിലെ രണ്ട് മേഖലകളിൽ ശക്തിപ്പെടുന്ന പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനം വളരേണ്ടതും ശക്തിപ്പെടുത്തേണ്ടതും നമ്മൾ ഗ്രാമങ്ങളെ ശക്തിപ്പെടുത്താൻ, നമുക്കറിയാം, ഞാൻ വരുമ്പം ശ്രദ്ധിക്കുകയായിരുന്നു, ഈ വരുന്ന വഴികളിലൊക്കെ തന്നെ കാർഷിക മേഖലയാണ്. നമുക്ക് പാലക്കാട് കേരളത്തിലെ നെല്ലറയാണ്. പക്ഷേ ആ നെല്ലറയായ പാലക്കാട് ഈ നെല്ലുണ്ടാക്കി തരുന്ന പാവപ്പെട്ട കൃഷിക്കാരൻ ഇപ്പോൾ കണ്ണീരിൽ കുതിർന്ന് നിൽക്കുന്ന അവസ്ഥയാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന് യഥാസമയം പണം കിട്ടില്ല. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്ന കൃഷിക്കാരനെ സഹായിക്കാൻ വേണ്ടി ഇവിടെ കേരളത്തിലും കേന്ദ്രത്തിലും ഒരു സർക്കാർ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥയായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ കൃഷിക്കാരനെ ഒരു കാലത്ത് താങ്ങി നിർത്തിയിരിക്കുന്നത് സഹകരണ പ്രസ്ഥാനമായിരുന്നു. ഇന്ന് നമുക്കറിയാം, ഇന്ന് ദേശസാൽകൃത ബാങ്കുകളുടെ ആശയം നമുക്ക് നല്ലത് തന്നെയാണ്. പക്ഷേ ദേശസാൽകൃത ബാങ്കുകൾ ഇന്ന് പലരും അവർ സ്വീകരിക്കുന്ന നയങ്ങൾ സാധാരണക്കാരുടെ ജീവിത പ്രയാസങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാകുന്നില്ല. പലപ്പോഴും സർഫാസി പോലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നത് നല്ലതാണ്. ആ സർഫാസി പോലുള്ള നിയമങ്ങൾ വന്ന് കൃഷിക്കാരനെ ആത്മഹത്യാ മുനമ്പിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക്, ഒരു ലോൺ വാങ്ങിച്ചു പോയാൽ, കൃഷി നഷ്ടം വന്നു പോയി, ആ ലോൺ തിരിച്ചടക്കാൻ കഴിയാതെ പോയാൽ ആ കൃഷിക്കാരനെ തകർക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സർഫാസി നിയമം മൂലം ദേശസാൽകൃത ബാങ്കുകൾ ഉണ്ടായിരുന്നു. ഈ സർക്കാർ വന്ന ശേഷം കേന്ദ്രത്തിൽ അത് ശക്തിപ്പെടുത്തി, ആ നിയമത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുക. സഹകരണ പ്രസ്ഥാനം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സാധാരണക്കാരായ ആളുകൾക്ക് നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ വീട് വെക്കാനുള്ള ആലോചന വന്നാൽ, അല്ലെങ്കിൽ മക്കൾക്ക് ജോലിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു യാത്ര വന്നാൽ, ഫോർമാലിറ്റികൾ വലുതായിട്ടില്ലാതെ ആശ്രയിക്കാവുന്ന ഒന്നാണ് സഹകരണ മേഖല. ആ സഹകരണ മേഖല
ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ വിശ്വാസം ജനിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ് നമുക്കറിയാം, ഞാൻ രാഷ്ട്രീയം പറയാൻ ഉപയോഗിക്കുന്നില്ല, പക്ഷേ സഹകരണ മേഖലയെ എല്ലാ കാലത്തും ഉപയോഗിച്ചിരുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാ കാലത്തും പറയും. ഇപ്പോൾ സ്റ്റേറ്റ് നമുക്കെല്ലാവർക്കും അറിയാം, ജില്ലാ സഹകരണ ബാങ്കുകളും സഹകരണ ബാങ്കുകളും ഒക്കെ കേരള ബാങ്ക് ഉണ്ടാക്കി. വിജയകൃഷ്ണനോടെ ഉണ്ട്, സഹകരണ എക്സ്പേർട്ടാണ്. കേരള ബാങ്ക് ഉണ്ടാക്കി. കഴിഞ്ഞ 8 വർഷമായിട്ട്, ഇപ്പം 5-6 വർഷമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താണ് കേരള ബാങ്ക് ഉണ്ടാക്കിയ ശേഷം സഹകരണ മേഖലയിലുണ്ടായ പുരോഗതി എന്ന് ചോദിച്ചാൽ സർക്കാരിന് ഒരക്ഷരം ഉണ്ടാകാൻ കഴിയാത്ത വണ്ണം പ്രതികൂട്ടിലാണ്. ആ സഹകരണ ബാങ്കുകളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന സമീപനമാണ് കേരള സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പുതിയ നിയമം കൂടെ കൊണ്ടുവരാൻ പോകും അവർ. എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? പഞ്ചായത്ത് മോഡലിൽ സഹകരണ ബാങ്കിലും മെമ്പർമാർക്ക് അവിശ്വാസം കൊണ്ടുവരാനുള്ള, മെമ്പർമാർക്ക് വിശ്വാസമില്ലെങ്കിൽ അവിശ്വാസം കൊണ്ടുവരാനുള്ള ഒരു പ്രൊവിഷൻ. അതിൻ്റെ അർത്ഥം സഹകരണ മേഖലയിലും ഈ കുതിരക്കച്ചവടവും കാലുമാറ്റവും ഒക്കെ പ്രോത്സാഹിപ്പിച്ച് നിലവിലുള്ള ബാങ്കുകളെ, തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കെതിരായ ബാങ്കുകളെ മുഴുവൻ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢപദ്ധതിയുമായിട്ടാണ് ഇവരിപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. പിന്നെ ദൈവം സഹായിച്ച് വലിയ കാലം രംഗത്തിറങ്ങൂല. 8 മാസം കൂടെ കഴിഞ്ഞാൽ ഇത് ഇറങ്ങാൻ വേണ്ടി ഒരു സർക്കാർ വേറെ വരും ഇതിനൊക്കെ അവസാനിപ്പിക്കാൻ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കതിന് ഭയമൊന്നുമില്ല. നിയമം പാസ്സാക്കി വന്നാൽ ആ നിയമമൊക്കെ ചവറ്റുകൊട്ടയിൽ അറിയാൻ വരുന്ന സംവിധാനം ഇവിടെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം അവരുടെ മനോഭാവം എന്താണെന്ന്. ഒരു സഹകരണ പ്രസ്ഥാനം ഒരു ഗ്രാമപ്രദേശങ്ങളിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകളും തത്രപ്പാടുകളും നമുക്കറിയാം. അവരെ ശക്തിപ്പെടുത്തുകയല്ലേ സർക്കാർ ചെയ്യേണ്ടത്? അവരെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോയ സാധാരണക്കാരനിലേക്ക് അവൻ എങ്ങനെ കൂടുതൽ ഗുണം കിട്ടുമെന്ന് നോക്കുകയല്ലേ വേണ്ടത്? അത് നോക്കുന്നതിന് പകരം സഹകരണ മേഖലയിൽ തീവ്ര രാഷ്ട്രീയം ഉണ്ടാക്കിയെടുത്ത് ഈ മേഖലയെ മുഴുവൻ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. നാട് മുഴുവൻ മുടിച്ചു. ഇതുപോലെ ജനങ്ങൾ വെറുത്തൊരു സർക്കാരില്ല. പക്ഷേ അതിൻ്റെ കൂടെ ഇതും കൂടെ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് അവർ കേരളത്തെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, അതുകൊണ്ട് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതികളെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢപരിശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാമായിരിക്കും. കാർഷിക വികസന ബാങ്ക് നിങ്ങൾക്കറിയാം, UDFൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്നതാണ്. അത് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ പിരിച്ചുവിട്ടു. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് സഹകരണ മേഖലയെ ശുദ്ധീകരിക്കാനുള്ളൊരു പ്രക്രിയ ഈ നാടിന് ആവശ്യമാണ്. സത്യത്തിൽ വലിയ വിപ്ലവം പറഞ്ഞവരാണ്. അഴിമതി ഇല്ലാതാക്കും ഞങ്ങളെന്നാണ് പറഞ്ഞത്. നിങ്ങളിപ്പോൾ കരുവന്നൂർ ബാങ്കിൻ്റെ സ്ഥിതി എന്താണ്? 3 പാർട്ടി ജില്ലാ സെക്രട്ടറിമാരാണ് പ്രതികൾ. ഒന്ന് ആലോചിച്ചോ, ഈ പാർട്ടിക്ക് ഇതിനപ്പുറം വലിയൊരു ബഹുമാനം വേണം. അപ്പോൾ ഇത് തെളിയിക്കുന്നത് സഹകരണ മേഖലയിലെ അഴിമതി എന്ത് വന്നാലും ആ അഴിമതിയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പോരാട്ടം നടത്തേണ്ടതാണ്. അതിന് മുൻകൈ എടുക്കുന്ന ഗവൺമെൻറ് ഞങ്ങൾ പിന്തുണ കൊടുക്കാൻ തയ്യാറാണ്. ആരും അഴിമതി നടത്തിയാലും. കാരണം സഹകരണ മേഖലയിലെ വിശ്വാസ്യത എവിടെയെങ്കിലും നശിച്ചു പോയാൽ ആ നശിച്ചു പോയ വിശ്വാസ്യതയെ വീണ്ടെടുക്കുക ബുദ്ധിമുട്ടായിരിക്കും. അത് തകർക്കുന്നത്, അത് ബാധിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെയായിരിക്കും എന്നുള്ള സംശയം വേണ്ട. അതുകൊണ്ട് ഈ മേഖലയെ വിശ്വാസ്യത നിലനിർത്താൻ, കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, പാവപ്പെട്ടവന് കൂടുതൽ സഹായകരമാകാൻ അതിനുള്ള നിലപാടുകളുമായി മുന്നോട്ട്. നമ്മുടെ നാട്ടിലെ സഹകരണ മേഖല ചെന്നെത്താത്ത ഒരു മേഖലയുമില്ല. ഈ വിജയകൃഷ്ണൻ ഇവിടെ ഇരിക്കുന്നത് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല 1-ാം തരം ഒരു ക്യാൻസർ ആശുപത്രിയാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം കോഴിക്കോട് നടത്തുന്നത്. അതുപോലെ ഒരുപാട് പെരിയാരത്തുണ്ടായ മെഡിക്കൽ കോളേജ്, ഇപ്പം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സഹകരണ മേഖലയിൽ വന്നതാണ്. കാർഷിക മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയ നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ട് ആ പ്രസ്ഥാനം വളരണം, അതിനെ തകർക്കാൻ അനുവദിക്കരുത്, ശക്തിപ്പെടുത്തണം. അതിനുവേണ്ടി ഗവൺമെൻറ് മുന്നോട്ട് വരണം. അതല്ലാതെ ദുർബലപ്പെടുത്താനല്ല മുന്നോട്ട് വരേണ്ടത് എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ചിറ്റൂർ തത്തമംഗലം ബാങ്കിൻ്റെ ഒരു പുതിയ കെട്ടിടം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷവും ചാരിതാർത്ഥ്യമുണ്ട്. വരും നാളുകളിൽ ഈ ബാങ്കിൻ്റെ പ്രവർത്തനം സാധാരണക്കാരിലേക്ക് കൂടുതൽ എത്തിക്കാൻ സാധിക്കുന്നൊരു അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടും ഒരിക്കൽ കൂടി ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.